ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി, ഇദ്ദേഹത്തിന് കഴിഞ്ഞ 55 വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തോടും ആദരവോടും കൂടി അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാറും ആക്കി മാറ്റി. ഈ ആക്ടർ ചില സമയങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ കരയിപ്പിക്കും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്താലും നിങ്ങൾ രസിക്കാറുണ്ട്. പ്ലീസ് വെൽക്കം വൺ ആൻഡ് ഓൺലി ധർമ്മേന്ദർ. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രാണ്. ഇന്നത്തെ ഈ സ്പെഷ്യൽ ഷോയ്ക്ക് നമ്മുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, മാർഗദർശിയുമാണ് ഡോക്ടർ വേദ് പ്രതാപ് വൈദിക്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമുക്കാദ്യം ഇന്നത്തെ ജഡ്ജിയായ ഡോക്ടർ വേദ് പ്രതാപ് വൈദിക്കിനോട് നമുക്ക് അനുവാദം ചോദിക്കാം. വിചാരണ ആരംഭിക്കാം. ധർമ്മേന്ദ്രയുടെ മേലുള്ള വിചാരണ തുടങ്ങിയാണ്. ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ധരം സാർ, ഈ കുറ്റാരോപണം കുട്ടിക്കാലം മുതലേ ഉണ്ട്. താങ്കളുടെ അച്ഛൻ താങ്കൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചു, മകൻ പഠിച്ച് വലിയ രീതിയിൽ വരാൻ ആഗ്രഹിച്ചു. പക്ഷേ താങ്കളെ ഒരു സിനിമ പോലും കാണിക്കാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയെന്ന് കേട്ടു. അതെ, അദ്ദേഹം എൻ്റെ അച്ഛൻ മാത്രമല്ല, ഒരു സ്കൂൾ ടീച്ചറും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡിസിപ്ലിൻഡ് ആയിരിക്കുമെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കിടന്നുറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അച്ഛൻ്റെ ഒപ്പം എനിക്ക് കിടന്നുറങ്ങണമെന്ന്. അമ്മ അച്ഛനോട് പറഞ്ഞു, ഇവന് നിങ്ങളോടൊപ്പം കിടക്കണോ അത്രേ. എന്നിട്ട് എന്നോട് പോയി കിടക്കാൻ പറഞ്ഞു. ഞാനും പോയി. എന്നിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടന്നു. നീ എന്താ മലയിൽ കിടന്നുറങ്ങണമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉറങ്ങാനാ വന്നത്, മരിക്കാനല്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് ഡിസിപ്ലിനാ. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയ രീതിയും അവർ പഠിപ്പിച്ചെന്ന സംസ്കാരവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. താങ്കൾ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണ്? ഞാൻ പെർമിഷൻ കിട്ടിയതിന് ശേഷം ആദ്യം കണ്ട സിനിമ ഷഹീദ് എന്നൊരു സിനിമയാണ്. അച്ഛന്റെ സ്കൂളിൽ നിന്ന് മാറിയതിനു ശേഷം. അന്ന് എനിക്ക് തോന്നിയത് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. ഞാൻ അമ്പരന്ന് നോക്കുമായിരുന്നു, ഈ കാണുന്നതൊക്കെ ശരിക്കും എന്താണ്? ദിലീപ് കുമാർ, കാമ്നി കൗശൽ. എനിക്കപ്പോൾ തോന്നിയത്, ഈ അപ്സരസുകൾ, ഈ സുന്ദരികൾ, ഇവരൊക്കെ എവിടെയാണ്? ഇവരൊക്കെ എന്റെ ആളുകളല്ലേ? അങ്ങനെയാണ് ഞാൻ അന്നേരം കരുതിയത്. എനിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലണം. ഐ ആം വൺ ഓഫ് ദം. എനിക്കന്ന് ഇങ്ങനെയൊക്കെ തോന്നി. പിന്നെ എന്റെ പ്രാർത്ഥനയിൽ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു, നിഷ്കളങ്കതയുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ദൈവത്തിന്റെ മനസ്സലിഞ്ഞു കാണും. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ അവസരം കിട്ടി. പക്ഷെ മുംബൈയിലേക്ക് താങ്കൾ വന്നതിന് ശേഷം പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവര് ഭയൽവാൻ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്, ഗുസ്തിയിടാൻ പോകാൻ പറയാറുണ്ടെന്ന് കേട്ടു. ഇത് ഒരു സിനിമയിൽ സംഭവിച്ചതാണ്. ഞാൻ ബന്ദ്രി എന്നൊരു സിനിമയിൽ സൈൻ ചെയ്തു. അതായത് ബിമൽ ചേട്ടൻ, ഗുരുദത്ത്, ഇവരൊക്കെ പതുക്കെ സിനിമയെടുക്കൂ. ഒരു പടം തീർക്കാൻ ഒരുപാട് സമയമെടുക്കും. ബോംബെ പോലുള്ളൊരു സിറ്റിയിൽ. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നവനാ. എനിക്ക് ജീവിക്കാനുള്ള വഴി നോക്കണമല്ലോ. ആ സമയത്ത് 11 ഷിംലയിലേക്ക് എന്നെ വിളിച്ചു. ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഹോക്കി പ്ലെയറിന്റെ ക്യാരക്ടറാണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഹോക്കി പ്ലെയർ വേണ്ട, ഹീറോ ആവണമെന്ന്. പിന്നെ ഞാൻ അവരെ തൊഴുതു വന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ ഇതുപോലെയൊക്കെ സാധാരണയാണ്. ഞാൻ എന്റെ സെൽഫ് റെസ്പെക്ട് മാത്രം ആർക്കും പണയം വെച്ചില്ല. ജോലി തരുമെന്ന് ചോദിക്കുന്ന ഒരു തെറ്റല്ല. വർക്ക് ഈസ് വർഷിപ്പ് ഫോർ മീ. ജോലിയെ ഞാൻ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാണെന്ന്? അതെ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അതായത്, ഞാൻ കുറേശ്ശെ പണം സമ്പാദിക്കാൻ തുടങ്ങിയതും ഒരു ഫിയറ്റ് കാർ വാങ്ങിച്ചു. അതായത് 18,000 രൂപയ്ക്കാണ് വാങ്ങിയത്. എന്റെ സഹോദരൻ അജിത്ത് അന്ന് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഹെറർ വാങ്ങിക്കായിരുന്നു, അത് കുറച്ചുകൂടെ നല്ലതാണെന്ന്. ഓപ്പൺ കാറിൽ ഹീറോയെപ്പോലെ ഓടിച്ചു പോയാൽ അത് നന്നാവുമെന്ന്. ഞാൻ പറഞ്ഞു, അജിത്ത്, ഈ ഇൻഡസ്ട്രി വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ നേടിയിട്ടേ ഞാൻ ഇവിടെ ഒന്ന് പോകൂ. പക്ഷേ
അതിന് കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ ഞാൻ ഫിയറ്റ് കാറ് ഒരു ടാക്സി ആക്കി മാറ്റും. അങ്ങനെ ടാക്സി ആക്കി ഓടിക്കേണ്ടി വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എനിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ തുടക്കത്തിൽ താങ്കൾ നല്ല സിനിമകളാണ് ചെയ്തത്. സത്യാഖാമിൽ നല്ല പേരല്ലേ കിട്ടിയത്. ഭൂലോ പത്തറിലും പ്രശംസകൾ കിട്ടി. ബന്ദനി പോലുള്ള മനോഹരമായ സിനിമകൾ ചെയ്തു. ഉം. ഉം. പക്ഷേ അതിനുശേഷം താങ്കൾ ജഡ്ഡി അംല, പഗല ദിവാന, ഇതിലും ഒരു പ്രത്യേകതയുണ്ട് സാർ. ഇതും ഒരു മനോഹരമായ കഥാപാത്രമാണ്. ഒരു ട്രക്ക് ഡ്രൈവർ, അയാൾ പോലീസാവുന്നു. ഇറ്റ് വാസ് റിവഞ്ച് സ്റ്റോറി. അതിൽ ത്രോട്ട് കോമഡി ഉണ്ടാവും. കോമഡി എന്ന് വെച്ചാൽ സിറ്റുവേഷണൽ കോമഡി ആയിരുന്നു. കോമഡിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. കോമഡിയിൽ തന്നെ ആ സിനിമ നന്നായിട്ട് പോയി. അന്ന് ആ സിനിമ 25 ആഴ്ച ഓടി. 25 ആഴ്ച. അതെ, വളരെ നന്നായിട്ട് അതെ, ഓടി. അതെ. താങ്കൾ കോമഡി സിനിമകൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിട്ടാണ് ഓടുന്നത്. കോമഡി എനിക്ക് വഴങ്ങും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സെൽഫ് അനലൈസേഷൻ ചെയ്യും. എനിക്ക് എന്തൊക്കെ വഴങ്ങും. ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയായിരുന്നു. ഒബ്സർവേഷൻ, അതായത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കും. ഒരു വികാരമുള്ള മനുഷ്യൻ, എൻ്റെ അഭിപ്രായത്തിൽ ആക്ടിംഗ് വെറും ആക്ടിംഗ് മാത്രമല്ല, ഇറ്റ്സ് എ റിയാക്ഷൻ. ആ റിയാക്ഷൻ വികാരമുള്ള ഒരു മനുഷ്യനെ ഉടനെ വരും. നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചാലോ, സഹതാപത്തോടെ അയ്യോ പാവം അവന് പരിക്ക് പറ്റിയല്ലോ, അവനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അപ്സെറ്റ് ആവുന്നത്. പിന്നെ ആരെങ്കിലും ദേഷ്യത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ എടാ നിന്നെ എന്നൊക്കെ പറയുക, അതും ചടപടാന്ന് വരും. ഇതുപോലുള്ള റിയാക്ഷൻ, ഈ റിയാക്ഷനെയാണ് ആക്ടിംഗ് എന്ന് പറയുക. ഈ റിയാക്ഷനെ ഏത് രീതിയിൽ, എവിടെ, എത്ര അളവിൽ കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശരിക്കുള്ള ആക്ടിംഗ്. താങ്കളുടെ റിയാക്ഷനിൽ കൂടുതലും വരാറുള്ളത് പട്ടി പട്ടി എന്നുള്ള വാക്കുകളാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അത് വളരെ ഫേമസ് ആയിപ്പോയി. അതായത് ഒരിക്കൽ സംഭവിച്ചത്, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം താങ്കൾ പട്ടി, വിഡി, പെറുക്കി ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പട്ടികളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതെ, ശരിക്കും വില്ലന്മാർക്ക് പട്ടികൾ വിശ്വാസമുള്ളവയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞത് നായ വിശ്വാസമുള്ള ജീവി ആയതുകൊണ്ടാണ്. ഞാൻ അറിഞ്ഞത് ഈ പട്ടി എന്നുള്ള വാക്കുകളൊക്കെ താങ്കൾ ഹോണായിട്ട് എഴുതുന്ന ഡയലോഗുകളാണെന്ന്. അല്ല, ഡയലോഗ്സ് ചില സമയങ്ങളിലൊക്കെ, അതായത് ഉള്ളിൽ നിന്ന് ഫിയർ ദ റോൾ, ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെയുള്ളത്, അങ്ങനെയാണ് ചിലതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് സീന്, ഇതാണ് ഈ സീനിന് വേണ്ടത്. അതിൻ്റെ മുമ്പോ ശേഷമോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യും. പല സ്ഥലങ്ങളിലും എന്നെ വിട്ടേക്കോ, ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോ ആക്ടേഴ്സിനും ക്യൂ വേണം. അതായത് എവിടെ നിർത്തിയോ അവിടെ നിന്ന് വേണം അവർക്ക് തുടങ്ങാൻ. ഒരിക്കൽ വിനോദ് പറഞ്ഞു, ചേട്ടാ ലാസ്റ്റ് ക്യൂ മാത്രം കറക്റ്റായിട്ട് പറയണമെന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ എൻ്റെ പാട്ടിന് പൊയ്ക്കൊണ്ടിരിക്കും, പിന്നെയാണ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. അതായത് ലാസ്റ്റ് വേർഡ് ഇങ്ങനെ വേണം പറയണമെന്ന്. 1-2 ഡയലോഗുകൾ പറയാൻ പറ്റുമോ? താങ്കൾ എഴുതിയ ഡയലോഗുകൾ, താങ്കൾക്ക് തോന്നിയതുപോലെ താങ്കൾ പറഞ്ഞത്. ഞാൻ നൗക്കർ ബീവി സിനിമയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതില് ഇവരെല്ലാം ആ സിനിമ കണ്ടു കാണുമോ എന്നറിയില്ല. അതിൽ ഹീറോയിൻ എന്നെ വാടക ഭർത്താവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ, അതായത് സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഞാൻ നിന്റെ റൂമിൽ കിടന്നോട്ടെ എന്ന്. അവൾ പറഞ്ഞു അത് പറ്റില്ലെന്ന്. ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അവൾ എന്നെ ബാത്റൂമിലേക്ക് തള്ളിയിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ബാത്റൂമിലാ. ചെറുപ്പത്തിൽ നമ്മൾ ലൂഡോ കളിക്കില്ലേ, അതായത് ഡേസ് കൊണ്ട്. ചിലതൊക്കെ ഞാൻ ഡബ്ബിങ്ങിലും കറക്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പുറംതിരിഞ്ഞിരിക്കുകയായിരിക്കും. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ ശ്രമിക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വലിയ ലൂഡോ നീ എവിടുന്ന് വാങ്ങിച്ചാന്ന് ഞാൻ ചോദിച്ചു. അത് ശ്രദ്ധിച്ചവരെല്ലാം പൊട്ടിച്ചിരിച്ചുപോയി. ലേഡീസ് എല്ലാം ഭയങ്കര ചിരിയായിരുന്നു. ലൂഡോ, ഇതുപോലെയുള്ള ആക്ടിംഗ്. ഷോലെ സിനിമയിൽ ആ മോസി ഡയലോഗ് താങ്കളാണ് എഴുതിയതെന്ന് കേട്ടു. അല്ല, ഞാനതിൽ ജി ആണ് ആഡ് ചെയ്തത്. അങ്ങനെയാണ്. ആ സിനിമയില് ജി ആഡ് ചെയ്തതുകൊണ്ട്, അതായത് മൗസി എന്ന് വിളിച്ചാൽ തന്നെ വഴക്ക് കേൾക്കുമായിരുന്നു. ഹേയ് കിളവി, ചപ്പാത്തിക്ക് മാവ് കുഴച്ചോ, ദിസ് ആൻഡ് ദാറ്റ്. അതിനുശേഷം അവർ പറയും, ശരി ഞാൻ സമ്മതിച്ചു, നീ വാ എന്ന്. ഞാൻ ശരി മൗസി ജി വരാന്ന് പറഞ്ഞ് ജി ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ നന്നായിരുന്നു.
ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് പലതും കൈന്നിടും. ഇതെനിക്ക് നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാ. ഒരു ഫ്ലോയിൽ അങ്ങ് വരും. വീട്ടിലുള്ളപ്പോ പോലും അമ്മയോട് സംസാരിക്കുമ്പോ പ്ലീസ് തരൂ അമ്മേ, പൈസ തരണം, എനിക്ക് സിനിമ കാണണമെന്ന് പറയും. കെഞ്ചുന്ന പോലെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും. അതായത് താങ്കൾ ആക്ടിംഗ് താങ്കളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു, ഡയലോഗുകൾ ഇഷ്ടപ്രകാരം ചെയ്യുന്നു. അതുകൊണ്ട് പടത്തിലെ ഡയറക്ടറിന് വല്ല പണിയും ഉണ്ടായിരിക്കൂ? അല്ലല്ല, ഡയറക്ടറാണ് എല്ലാം ചെയ്യുക. എനിക്ക് നല്ല ഡയറക്ടറെ കിട്ടിയപ്പോഴെല്ലാം ഞാൻ ശരിക്കും കഠിനാധ്വാനം ചെയ്തില്ല. കാരണം തുലാൽ ഗുവ അങ്ങനെ അതുപോലുള്ള ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഡയറക്ടറാണ് ശരിക്കുള്ള ക്യാപ്റ്റൻ. പിന്നെ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ, അതിന്റെ വഴികൾ കറക്റ്റാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിൽ നമ്മൾ ട്രിബിൾ ചെയ്യും. ബോൾ എങ്ങനെ കൊണ്ടുപോയി ഗോൾ അടിക്കാമെന്ന്. പോകുന്ന വഴി ശരിയല്ലെങ്കിൽ, പിച്ച് ശരിയല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ കളിച്ചാലും ഒന്നും വർക്കൗട്ട് ആവില്ല. അതുപോലെ ഇത് എങ്ങനെയാണെങ്കിലും ശരി, താങ്കൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് ഈ ലോകം തന്നെ കൈയടിക്കാറുണ്ട്. അതും താങ്കളുടെ ഡിഫറെന്റ് സ്റ്റൈലിന് വേണ്ടി. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഡാൻസ് ചെയ്യും. പലപ്പോഴും എന്റെ സ്വന്തം സ്റ്റെപ്പുകളായിരിക്കും. ചിലപ്പോ ഡയറക്ടർ വന്ന് അത് വീണ്ടും ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്തു. വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ വേറെ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടും. അപ്പോ നമ്മൾ കണ്ട ഈ ജെറ്റ് യമുന പകല ഇതിന്റെ ക്ലിപ്പിംഗ്സ് എല്ലാം അതിൽ താങ്കൾ ഓണായിട്ടാണോ എല്ലാം ചെയ്തത്? ഞങ്ങളുടെ ഡയറക്ടർ ഗോപി കൃഷ്ണൻ സാർ, അദ്ദേഹം തന്നെയാണ് ഡാൻസ് കൊറിയോഗ്രാഫർ. അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ധരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, 1 2 3 4 സ്റ്റെപ്പ് ഇങ്ങനെ വേണമെന്ന്. ഞാൻ ഈ സ്റ്റെപ്പിനേക്കാളും 2-3 സ്റ്റെപ്പ് കൂടിയ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പെട്ടെന്ന് പണി തീർക്കും. ഇതില് ശരിക്കും ഋതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഋതം എങ്ങനെയാണെങ്കിലും ഞാൻ ക്യാരക്ടർ വിട്ടില്ല. അതായത് ആ ട്രക്ക് ഡ്രൈവർ ഒരു പോലീസുകാരനായാലും അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ ആയാലും അവൻ പരേഡ് ചെയ്യില്ലല്ലോ എങ്ങനെയൊക്കെ. അവന് പറ്റുന്നതല്ലേ ചെയ്യൂ. അങ്ങനെയാണ് ഞാൻ ക്യാരക്ടറായി ജീവിച്ചത്. ഐ തിങ്ക് ഇറ്റ് വാസ് മൈ. പറഞ്ഞു വന്നാൽ എനിക്കും അതിപ്പോ ഓർക്കുമ്പോ വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചതിൽ. ഇപ്പോഴും ആ സിനിമ ടി വിയിൽ വരുമ്പോൾ എല്ലാവരും താല്പര്യത്തോടാണ് അത് കാണുന്നത്. അതെ, എല്ലാവർക്കും താങ്കളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഷർട്ട് ഊരി അഭിനയിച്ച ആദ്യത്തെ ആർട്ടിസ്റ്റ് താങ്കളാണ്. അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്കിങ്ങനൊരു ബോഡി കിട്ടിയതിന്. പിന്നെ ഞാൻ വളരെ കഠിനാധ്വാനിയാണ്. വയലിൽ ജോലി ചെയ്യുന്നത്, സൈക്കിൾ ഓടിക്കുന്നത്, നടന്നു പോകുന്നത്, നടന്നു വരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തൈസ് നല്ല സ്ട്രോങ് ആയി. ഒരിക്കൽ സൽമാൻ ചോദിച്ചു, അങ്കിൾ ഇതുപോലെ തൈസ് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് എങ്ങനെയോ വന്നതാ മോനെ, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ സിനിമയിൽ കോസ്റ്റ്യൂംസും അങ്ങനെയായിരുന്നു എന്ന് പറയാം. അതായത് ചെറുപ്പത്തിൽ ഞാൻ വളരെ കഠിനാധ്വാനിയായിരുന്നു. അതായത് മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പൊതുവെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് गुर्बत नाम की नंगी तलवार पर चलकर मेरी जिंदगी ने तवाज़ुन सीखा है. वक्त के ये नौकीले पत्थर अब क्या डराएंगे मुझे. പക്ഷേ ഇപ്പോഴുള്ള സൽമാൻ ഖാനും അതുപോലെ ഷർട്ട് ഊരാറുണ്ട്. അതെ, അതായത് യുസി ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആക്ടർ ആവണമെങ്കിൽ നല്ല ബോഡി, നല്ല ഡാൻസ്, ഇത് കമ്പൽസറിയാണ്. ഞങ്ങളുടെ കാലത്ത് ചോദിക്കുമായിരുന്നു, എന്താ ഈ ഡാൻസ്, ഇതിപ്പോ ഒരു ശീലമായി മാറിയിരിക്കുകയാണല്ലോ എന്ന്. ആണുങ്ങളെ ഡാൻസ് ചെയ്യിപ്പിക്കും, പക്ഷെ ഞാൻ ചെയ്യില്ല. അതായത് അന്ന് ഞാൻ ഡാൻസ് പഠിച്ചില്ല. ഒരിക്കൽ ഒരു സിനിമയിൽ ദിൽബി തേര ഹംബി തേര എന്നുള്ള സിനിമയിൽ ഡയറക്ടർ അർജുൻ ഖുറാനി, എന്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് 5 രൂപ തരും. അത്രയ്ക്ക് അടുപ്പമാ. അദ്ദേഹം എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സ്റ്റാൻ സിനിമയുടെ അടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു. നീ ചെന്ന് ഡാൻസ് പഠിക്കുന്നു പറഞ്ഞു. ഡാൻസ് പെട്ടെന്ന് പഠിക്കണം, അദ്ദേഹത്തിന് കുറച്ച് കാത് കേൾക്കില്ല. ഞാൻ ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞു. ചെല്ല്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാൻ തുടങ്ങി. 1 2 3 4. ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. എനിക്ക് ഭയങ്കര നാണമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ, സത്യമായിട്ട്. എനിക്ക് തോന്നി, എന്താടാ ഇത്, 1 2 3 4. താഴെ ചായക്കടയുണ്ടായിരുന്നു, അവിടെ സമോസ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പതുക്കെ വായൊക്കെ തുടച്ച്. പിന്നെ 31st നൈറ്റ് അന്ന് എന്നെ ഒരു ക്ലബിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞാനും അങ്ങോട്ട് പോയി. സൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സൂട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പടത്തിലിടുന്ന ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഒരു വൈറ്റ് കളർ സൂട്ട്, അത് ഞാൻ ഇട്ടു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ നോട്ട് അഴിഞ്ഞുപോയി ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ വെച്ച്. അന്നേരം ഞാൻ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, ഈ നോട്ടൊന്ന് കെട്ടിത്തരാൻ.
അങ്ങനെ അത് ശരിയാക്കിയതിന് ശേഷം ക്ലബിലേക്ക് ഞാൻ ചെന്നു. അപ്പോ അർജുൻ ചോദിച്ചു, ഡാൻസ് ചെയ്യുന്നോ? ആ, പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ കിമോന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, നീ ചെന്ന് അവരോടൊപ്പം ഡാൻസ് ചെയ്യുന്നു പറഞ്ഞു. അവരുടെ ഡാൻസ് ഒന്ന് ശരിക്കും കാണാൻ പറഞ്ഞു. ചെല്ല്. ഞാൻ ചെന്നു. ഇടയ്ക്ക് കാൽ അവരുടെ മേത്ത് സ്ലിപ്പായി. ഞാൻ അവരോട് പറഞ്ഞു, ദയവേത് ഇക്കാര്യം നിങ്ങളുടെ ചേട്ടനോട് പറയരുതെന്ന്. അവർ പറഞ്ഞു, ഞാൻ പറയില്ലെന്ന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. റിതം എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. 55 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ്. ഇപ്പോഴും അതേ സ്റ്റൈലിൽ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഹൃദയത്തെ പൂട്ടിവെച്ചാലും അതിന്റെ താക്കോൽ ആറ്റിലേക്ക് എറിഞ്ഞാലും അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും. അതായത് ഞാൻ എൻ്റെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരുപോലെ ആവില്ല. ആ ലൈൻ എന്താണെന്ന് ഞാൻ നോക്കും. ആ ലൈൻ എന്താ, അതിന്റെ അർത്ഥം എന്താ, അവിടെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഞാൻ മാറും. റഫ്താ റഫ്താ. അതെ 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 അതെ, ഇതുപോലുള്ള റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആപ് ജിസ്മേ ലഡി ഹേ പാസ് മേ ഓ. ആ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രൗഡിൽ ഞാൻ ഡാൻസ് ഒന്നും ചെയ്യില്ല എന്ന്. അപ്പോഴാണ് അവർ ക്രെയിൻ വെച്ചത് മുകളിൽ, ഞാനും രേഖയും, ബാക്കിയുള്ളവരെല്ലാം താഴെ. അതൊരു നല്ല പാട്ടായിരുന്നു, അത് നന്നായി വന്നിരുന്നു. ആ ലൈൻ മറാഠിയിലായിരുന്നു. ആകെയേ സവഡിയേ ലാസൂനത്തോ, ഇങ്ങനെയൊക്കെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഫീൽ ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് ശരീരഭാഗങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യും. ധർമ്മേന്ദ്ര എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാ. ആർക്കും എന്നെ ഒരിക്കലും വെറുക്കാനാവില്ല. സോ അതൊരു നല്ല കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദിസ് ലവ് മീ സോ മച്ച്, ദേ റെസ്പെക്ട് മീ, ഐ ലവ് ദം എ ലോട്ട്. ഇവിടെ ധാരാളം പേരുണ്ട്. അവരുടെ കയ്യടിയിൽ തന്നെ മനസ്സിലാക്കാൻ താങ്കൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. I know. I can look into their eyes. I can smell. എനിക്ക് ആ മണം വരുന്നുണ്ട്. नहीं चाहता जो जरा दिल से पूछे वो, धड़क उठेगा नाम से मेरे और गवाही देगा वो. ഒരു ബ്രേക്ക് എടുക്കാനുള്ള നല്ലൊരു സന്ദർഭമാണ്. എടുത്തോളൂ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ധർമ്മേന്ദ്രന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയോടാണ്. ഈ ലോകത്ത് സൗന്ദര്യമുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം ലോകത്തെ ലെജൻഡായ ധർമ്മേന്ദ്രയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം കെയർലെസ് ആയ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര സർ, ജനങ്ങൾ താങ്കളെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. 55 വർഷങ്ങളായി 300 സിനിമകൾ. ദിലീപ് കുമാർ, ദേവാനന്ദ്, രാജ് കപൂർ, അമിതാഭ് ബച്ചൻ, ഇങ്ങനെ പല സൂപ്പർ സ്റ്റാർസ് വന്നാലും താങ്കൾക്ക് ഇന്ന് ഒരു സ്ഥാനമുണ്ട്. പക്ഷേ താങ്കൾ താങ്കളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. നമ്പർ 1 ആകണമെന്ന് ഒരിക്കൽ പോലും താങ്കൾ ആഗ്രഹിച്ചില്ലേ? അതായത് സാർ, നമ്മുടെ ഈ ചലച്ചിത്ര ലോകം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടെ ആരും ഒന്നുമല്ല. അതുപോലെ ഒരാളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ऐसे वैसे लोग बन जाते हैं कैसे कैसे. मुझे तो मैं भी ना बनना आया, वैसा बनो तो कैसे. അതായത് മനോഹരമായൊരു പോയമുണ്ട്. അതായത് ശരിക്കും നമ്പർ 1, സ്റ്റാർ ഓഫ് ദിസ്, സ്റ്റാർ ഓഫ് സെഞ്ചുറി, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. കൂടാതെ ബാദ്ഷാ, അങ്ങനെ പലതും പറയും. അതിനുള്ള എൻ്റെ ഉത്തരം, हम 3 में हैं न 13 में. हम 3 में हैं न 13 में हैं, मगर खुदा के बंदों की उस गिनती में हैं जो खुदा को मोहब्बत को खुदा कहते हैं. जोरे मोहब्बत बना लिए हैं घर दिलों में, अब दिलों से निकाले हम कहाँ निकलते हैं. വളരെ മനോഹരമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. എന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അത് വേണം, ഇത് വേണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, പണം സമ്പാദിക്കണം, മാർക്കറ്റിംഗ് ചെയ്യണം, ഇതൊന്നും എനിക്ക് മറ്റുള്ളവരെ പോലെ അത്ര അറിയില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നാണ്.
പണം വരും പോകും, പക്ഷേ പണം അധികം കയ്യിൽ വരുമ്പോൾ പ്രശസ്തി ഉണ്ടാകും. പ്രശസ്തി എന്നതൊരു ലഹരിയാണ്. അത് കൂടും കുറയും. പക്ഷേ സ്നേഹം എന്നത് എല്ലാ കാലത്തും ഉണ്ടാകും. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. ഈ സ്നേഹത്തിന് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്ഥാനമുണ്ടാകും. ഇനി അതൊരിക്കലും മാറ്റാനാവില്ല. ജനങ്ങൾ താങ്കളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, തീർച്ചയായും. താങ്കളും ആ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തു. അതിനനുയോജ്യമായ രീതിയിൽ താങ്കൾക്ക് വലിയ വലിയ സിനിമകളും ലഭിച്ചു. പക്ഷെ അതെ. താങ്കൾ അത് തട്ടിയകറ്റി. അതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഐ വാണ്ട് ടു ഡു രാജ്കുമാർ സാറിന്റെ റോൾ, ലവ്ലി റോൾ, വളരെ നല്ല റോളാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചോപ്ര സാറിനോട് പറഞ്ഞു, സാറേ, ഞാനൊരു തുടക്കക്കാരനാണ്, ഞാൻ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, ഫീൽഡിൽ പുതിയതാണ്. അതായത് രാജ്കുമാർ സാറിന്റെ റോളെന്ന് വെച്ചാൽ അത് എൽഡർ ബ്രദറിന്റെ റോളാണ്. അദ്ദേഹത്തിന്റെ ഇളയത് സുനിൽ ദത്ത്, അദ്ദേഹത്തിന്റെ ഇളയത് ശശി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ നടുക്ക് ചേർക്കാൻ. ഒരുപക്ഷെ ആ റോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വല്യേട്ടന്റെ റോളായിരിക്കും കിട്ടുക. അതിനദ്ദേഹം നോക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ വല്യേട്ടനായിട്ട് അഭിനയിക്കണം. അത് കഴിഞ്ഞ് ഞാനും വേണ്ടെന്ന് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോ സഞ്ജീർ ആക്ച്വലി അമിതാഭ് ബച്ചനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി. അത് ശരിക്കും എന്നെ അതെനിക്ക് സന്തോഷവും തന്നു, സങ്കടവും ഉണ്ടാക്കി. സങ്കടം എന്താന്ന് വെച്ചാൽ ആ സിനിമ 17,000 രൂപയ്ക്കാണ് സലീമിൻ്റെ നിന്ന് വാങ്ങിച്ചത്. അതെൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സമാധി എന്നൊരു പടം പ്രകാശ് മെഹ്റയോടൊപ്പം ചെയ്തു. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഞാൻ ചെയ്യാം, ഇത് എൻ്റെ അടുത്ത് തരുമെന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിക്കൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയല്ലേ, നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ഒന്നാ, എനിക്ക് പ്രൊഡക്ഷൻ അറിയില്ല. പിന്നെ ആ കഥ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എനിക്കൊരു കസിൻ സിസ്റ്ററുണ്ട്. അവര് ക്രോധി എന്നൊരു സിനിമ ചെയ്തു. അവരെന്തെങ്കിലും, അതായത് പ്രകാശ് മെഹ്റയോട് ഈ പടത്തിനു വേണ്ടി അപ്രോച്ച് ചെയ്തിരിക്കാം. പ്രകാശ് മെഹ്റ അത് നിഷേധിക്കാനും എന്തെങ്കിലും കാരണമുണ്ടാവാം. അതിനുശേഷം എൻ്റെ സിസ്റ്റർ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ ഇങ്ങനെ ചെയ്താൽ അതങ്ങനാവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനാവും, ഇതുപോലെ എമോഷണലായി പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ വിലക്കി. എൻ്റെ വീട്ടിലും പറഞ്ഞു വേണ്ട, അത് ചെയ്യരുതെന്ന്. ആ സിനിമ ഉപേക്ഷിച്ചതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്തായാലും എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ഉപേക്ഷിച്ചത്. പ്രകാശ് മേഹ്റയോടൊപ്പം പടം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇത് ചെയ്യരുത്, ആ അസൂയ കൊണ്ടാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത്. അതർവൈസ് അത് എൻ്റെ സിനിമയാകുമായിരുന്നു. എൻ്റെ മുടി വളരെ ഷോർട്ടായിരുന്നു. പിന്നെ എന്നും പ്രകാശ് മെഹ്റ പറയുമായിരുന്നു നമുക്ക് ഈ സീൻ ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം. സമാധി സിനിമ ഒരുപാട് ഹിറ്റായ പടമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിന്നെ ഹീ ട്രൈഡ് ദേവ് സാർ, പിന്നെ രാജ്കുമാർ സാർ, പിന്നെ ട്രൈ അതേഴ്സ്. ദെൻ അൾട്ടിമേറ്റ്ലി അതങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു. പിന്നെ അത് ഇന്ന് സഞ്ജീർ എന്ന പേരിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലൈനിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുക സാധാരണയാണ്. അപ്പോ അമിതാഭ് ബച്ചന് ഷോലെ സിനിമയിൽ താങ്കളാണോ റോൾ വാങ്ങിച്ചു കൊടുത്തത്? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അമിതാഭ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റോൾ എനിക്ക് ധരംജിയാണ് വാങ്ങിച്ചു തന്നതെന്ന്. അതെ, അത് സത്യമാണ്. അദ്ദേഹം ഇടയ്ക്കിടെ വന്ന് എന്നെ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ റോൾ ശത്രുവിന് കിട്ടേണ്ടതായിരുന്നു. ശത്രു എന്നെ കണ്ടപ്പോ ചേട്ടാ എന്തിനാ ആ റോള് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു പോയാന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹമാണല്ലോ ആദ്യം വന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഞാനൊരു ഫോയിൽ പറഞ്ഞു. പിന്നെ മറ്റൊരു സിനിമ, അതായത് അമർ അക്ബർ ആന്റണി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചാച്ചാ ഭതീജ ചെയ്തു, ധരംവീർ ചെയ്തിരുന്നു. അതും ഡബിൾ ഷിഫ്റ്റില്. ഭയങ്കര ക്ഷീണമായിരിക്കും. 16 മണിക്കൂർ ജോലി, ചിലപ്പോഴൊക്കെ 20 മണിക്കൂറും വേണ്ടിവരും. അന്ന് ഞാൻ മൻമോഹൻ ദേശായിയോട് പറഞ്ഞു, നീ മറ്റാരെങ്കിലും വെച്ച് ഈ സിനിമ എടുത്തോ, നമുക്ക് അടുത്ത പടത്തിൽ ജോയിൻ ചെയ്യാന്ന്. പക്ഷേ അദ്ദേഹം അന്നേരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈഗോ, ഈ ഫീൽഡിൽ ഈഗോ കൂടുതലാണല്ലോ. ഈഗോ ഒരു ഭയങ്കര രോഗമാണ്. ഒരാൾക്ക് പിടിപെട്ടാൽ അത് മറ്റൊരാൾക്കും ഉടനെ പിടിപെടും. ഒരിക്കൽ ഈഗോ തോന്നിയാൽ അദ്ദേഹം വന്ന് അങ്ങനെ ചെയ്തു. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാ, ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന്. അതിനുശേഷം ഒരിക്കൽ നമ്മുടെ റൂട്ട് മാറിയാൽ പിന്നെ അത് നിരന്തരമായി മാറും. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്ട് എപ്പോഴും വലുതായി കരുതും. പക്ഷെ അമർ അക്ബർ ആന്റണി നല്ല സിനിമയല്ലേ? നല്ല സിനിമ തന്നെയാ. ഒരു പക്ഷെ ആ സിനിമ ചെയ്താലും എന്ത് സംഭവിക്കുമായിരുന്നു? എല്ലാം നേടി सब कुछ पाकर भी हासिले जिंदगी कुछ भी नहीं. मैंने देखे एक से एक सिकंदर खाली हाथ जाते हुए. അതായത് നമുക്ക് ഇത് വേണം, ഇത് വേണം, ഇതും വേണം എന്നൊക്കെ പറഞ്ഞാ
അതായത് അത്യാർത്ഥി പാടില്ല, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതാണ് ഏറ്റവും വലുത്. ഈ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത് തന്നെ. താങ്കൾ ഷോലയിൽ അമിതാഭ് ബച്ചന് റോൾ വാങ്ങിച്ചു കൊടുത്ത് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അദ്ദേഹം പോപ്പുലറായി ഏ ദോസ്തി ഹംനയി ചോടയെങ്കി പാട്ടും. പക്ഷെ അവൻ ആ പാട്ടിലാണ് ചിരിച്ചിരുന്നത്, പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. ആ പാട്ടിൽ അവൻ ഏതോ സിതി, പിന്നെ ഒരു സീനിൽ പോലും അവനുമായിട്ട് ചിരിച്ച് സംസാരിച്ചിട്ടില്ല, ഒന്നിലുമില്ല. ശരിക്കും നോക്കിയാൽ സ്റ്റൈലാണ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല്. ഞാൻ കളി തമാശയോടെ ആയിരിക്കും, കളിയും തമാശയും. പക്ഷേ ആ സിനിമ മുഴുവൻ, പക്ഷെ ആ സിനിമയിൽ മൊത്തം താങ്കൾ കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതായത് ബെസ്റ്റ് റോൾ എന്ന് വെച്ചാൽ വീരുവാണ് എൻ്റെ ബെസ്റ്റ് റോൾ എന്ന് ഞാൻ പറയും. അതിനുശേഷം ഇടയ്ക്കൊക്കെ ചില സംസാരങ്ങളുണ്ടായി. ഗബ്ബർ റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ടാക്കൂർ റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും നല്ല വീരുവിന്റെ റോൾ ഉപേക്ഷിച്ച് ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? കൈ പുറകിൽ കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വാ ഒരു സൈഡിലേക്ക് കോടിക്കൊണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറയൂ. ഹീറോയിനോടൊപ്പം കളർഫുള്ളായി റൊമാൻറ്റിക്കായി പാട്ടൊക്കെ പാടുന്നത് കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോണോ? ഇതൊക്കെ ആരെങ്കിലും മിസ് ചെയ്യൂ? ഹേമാമാലിനി ആ സിനിമയിൽ ഉള്ളതുകൊണ്ടായിരുന്നോ താങ്കൾ വീരുവിന്റെ റോൾ ചെയ്തത്? नहीं इसलिए भी ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഒന്നും പറയാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഈ പട്ടികളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ പാടില്ലെന്നുള്ള ഒരു ഇമോഷണൽ ഉണ്ടായിരുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ ഇവിടെ നോക്കിയാണെങ്കിൽ പല കഥകൾ ഈ വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താങ്കൾ താങ്കളുടെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അതായത് മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല. അതെ, അതങ്ങനെ തന്നെയാ. ഇന്ന് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണാടി എന്നോട് പറയും, इश्क ने मारा तुझे शराब ने मारा, मिलता ना वरना कोई सानी तुम्हारा। और मैं भी जवाब दे देता हूँ खसियाना से होकर कि शराब ना होती इश्क ना होता, ये जीना भी कोई जीना होता। പക്ഷേ ഇത് സത്യമാണോ? ഞങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ എങ്ങനെയാണോ മഴ പെയ്യുന്നത്, നോൺ സ്റ്റോപ്പായിട്ട് പല ദിവസങ്ങൾ തോറും മഴ പെയ്യും, അതുപോലെ തന്നെ അല്ല, താങ്കൾ അങ്ങനെയല്ല. non-stop. ഇടയ്ക്കൊരു 6 മാസം നിർത്തും, ബാഡ്മിന്റൺ കളിക്കും, സ്വെറ്റൗട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ ഞാൻ മാറ്റും. അതിനുശേഷം വീണ്ടും തുടങ്ങും. ഞാൻ കുറച്ച് എക്സ്ട്രീമിസ്റ്റായ വ്യക്തിയാ. ലസ്സിയിൽ മിക്സ് ചെയ്തും കുടിക്കുമായിരുന്നു. അതായത് ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ആകിയാകുന്ന ഷൂട്ടിങ്ങിന് പോവായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ബിയർ കുടിക്കണമെന്ന് തോന്നി. സോ ഈ മൗഷ്മി ചാറ്റർജി എന്നെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഞാൻ അദ്ദേഹത്തോട് നല്ല പതയോടുകൂടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബിയറാവുമ്പോൾ മേലെ നുരയും പതയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനവര്, ഹേ ധർമ്മേന്ദ്ര, നീ എന്താ കുടിക്കുന്നേ? ഞാൻ ലസ്സിയാ കുടിക്കുന്നേ. അത് ശരി, എന്നാ എനിക്ക് കുറച്ചതാ. അവർക്ക് കാര്യം അറിയാം, ഞാൻ ബീറാണ് കുടിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ശരി ശരി, ഞാൻ ബീറാണ് കുടിക്കുന്നതെന്ന് ഞാനും സമ്മതിച്ചു. ബീർ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ ഉണ്ടല്ലോ, ഷോലയിൽ ജിം, അദ്ദേഹത്തിന് പകൽ സമയങ്ങളിൽ റൊട്ടീനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. അത് അദ്ദേഹത്തിന് ഒരു ശീലമായി മാറി. ഞാൻ പുറകിലാണ് ഇരുന്നത്, എൻ്റെ മുമ്പിലാണെങ്കിൽ ബിയറുണ്ട്. ഞാൻ അതിൽ നിന്ന് എടുത്ത് കുടിച്ച് അവിടെ തന്നെ വെക്കും. പിന്നെ അദ്ദേഹം കുടിക്കുമ്പോൾ നോക്കും, ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കി എവിടെ പോയെന്ന് ചിന്തിക്കും. പിന്നെ പ്രൊഡക്ഷനിൽ പറഞ്ഞു, സാർ 12 ബോട്ടിലായിന്ന്. എന്ത്, ഞാൻ കുടിച്ചെന്നോ? ഹൗ 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 ഇറ്റ് ഹാപ്പൻ, ഐ ഡോണ്ട് നോ. ആൻഡ് ദെൻ ഗ്രാജുവലി അദ്ദേഹത്തിന് മനസ്സിലായി, ഓ യു ഡ്രിങ്ക്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ എൻജോയ് ചെയ്യണം. ഞാൻ താങ്കളെ ഫിലിം ഫെയർ അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് കണ്ടിരുന്നു. അതെ, നിങ്ങളും എന്നെ കണ്ടിരുന്നു, ഞാനും നിങ്ങളെ കണ്ടു. പക്ഷേ താങ്കൾ മദ്യപിക്കുമ്പോൾ ഞാൻ കണ്ടു. ശരിയാ, പക്ഷെ നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാനത് തുടരുകയും ചെയ്തു. ഇതൊക്കെ സാധാരണയല്ലേ, ഫിലിം ഫെയർ ഫംഗ്ഷൻ എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ പലരും അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും മദ്യപിച്ചിട്ടും, അതായത് പൊതുവെ പറയാറില്ലേ ഫിലിം ഇൻഡസ്ട്രിയുടെ ബിഗസ്റ്റ് ബൂസർ. അതെ, പക്ഷേ താങ്കൾ അഭിനയിക്കാൻ ഇറങ്ങുന്ന സമയത്ത്
ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്റെ ലിവർ വളരെ സ്ട്രോങ് ആണ്. അതൊക്കെ ഞാൻ ഉടനെ മറക്കും. അതായത് ഞാൻ ഓരോ കഥാപാത്രവും ഹാർട്ട്ഫുൾ ആയിട്ടാണ് ചെയ്യുക. ഞാനൊരു മെത്തേഡ് ഓഫ് ആക്ടർ അല്ല. ഞാൻ ഒരു സ്റ്റൈലും പിന്തുടരില്ല. എന്നിട്ടും അതായത് എന്നെ ചുപ്കയിൽ കാണാൻ ഒരു ടൈപ്പായിരിക്കും, ഷോലയിൽ വേറെ ടൈപ്പായിരിക്കും, പ്രതിജ്ഞയിൽ വേറെ ടൈപ്പായിരിക്കും. അങ്ങനെ പല രീതിയിൽ എനിക്ക് തന്നെ തോന്നും ഇത് ഞാനാണോ ചെയ്തതെന്ന്. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഒരു മെത്തേഡ് ആക്ടിങ്ങും അതിലില്ലല്ലോ എന്നോർത്ത്. അല്ലെങ്കിൽ വളരെ വിഷമമായിരിക്കും. അതൊന്നും അറിയാതെ വളരെ നല്ല രീതിയിൽ വന്നാൽ അത് നല്ല കാര്യമല്ലേ? സിനിമയിലെ സ്റ്റണ്ടൊക്കെ താങ്കൾ തന്നെയാണോ ചെയ്യുന്നത്? അതെ, ഞാൻ ഒത്തിരി സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുതിരയെ ഗാൽ ചെയ്ത് ഷോലയിൽ മറ്റൊരാളുടെ മേത്ത് ജമ്പ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വീഴണം. അത് കഴിഞ്ഞ് വീണ്ടും കുതിരപ്പുറത്ത് കയറണം. ആ കുതിരയുടെ ഹൂക്സ് താഴെ വീണയാളുടെ മേത്തുകൂടിയായിരുന്നു പോയത്. ആ കുതിരയെ ഞാൻ ശക്തിയായി വലിച്ചു. അപ്പൊ ലക്കിലി കുതിര ആ ഭാഗത്തേക്ക് വീണു, ഞാൻ ഇപ്പുറത്തേക്കും വീണു. പിന്നെ ഒരു ഷോട്ടുണ്ടായിരുന്നു, മേരാ ഗാവ് മേരാ ദേശ് മേ. അതായത് ഞങ്ങളുടെ ഡയറക്ടർ വളരെ എമോഷണലായ ആളാ. ഞാൻ ഞങ്ങളുടെ സ്റ്റൺ ഡയറക്ടറോട് പറഞ്ഞു, അദ്ദേഹത്തോട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയരുത്. ആ സീൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കൊള്ളക്കാർ എന്നെ കൊണ്ടുവന്ന് അവരുടെ സ്ഥലത്തേക്ക് ഇറക്കി വിടും. അതായത് കുതിരപ്പുറത്താണ് അവരെന്നെ കൊണ്ടുവരുന്നത്. കുതിര ചാടുമ്പോൾ ഞാൻ താഴേക്ക് വീഴും. അതാണ് സീൻ. ദാറ്റ് ഷോട്ട് ഐ ഗേവ് മൈ സെൽഫ്. അതായത് ഒരു നല്ല ഷോട്ട് കിട്ടുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യൂ, ഒരിക്കലും ആ നല്ല ഷോട്ട് പാഴാക്കരുതെന്ന്. സോ ഞാൻ താഴെ വീഴുമ്പോൾ അന്നേരം ഡയറക്ടർ പറഞ്ഞു, ധർമ്മേന്ദർ അവനെ പുറകിലോട്ട് വലിച്ചു. ഇവിടെ എന്താ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അദ്ദേഹം ടെൻഷനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വയം ചെയ്തതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ധൈര്യവാനായിരുന്നു. ഞാൻ ഗ്രാമത്തിൽ വളർന്നയാളാണ്. കുളത്തിനടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ബാനിയൻ ട്രീയിൽ നിന്ന് താഴേക്ക് ചാടും മൂക്ക് പൊത്തിക്കൊണ്ട്. അതെത്ര ഹൈറ്റാണെങ്കിലും ശരി. വീട്ടിലുള്ളവര് തുണി മണത്തോണ്ട് ചോദിക്കും ഏത് കുളത്തിലാ എന്ന് ചാടിയെന്ന്. ഒരു സിനിമയിൽ ചീറ്റയോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അതും താങ്കൾ തന്നെയാണോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ചീറ്റയാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെയാ നീ കാണിക്കുന്നതെന്ന്. അപ്പോ ആരും താങ്കളോട് പറയാറില്ലേ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, ഇത്രയും വലിയൊരു സ്റ്റാർ, എന്തിനാണ് പോയി ചീറ്റയോടൊപ്പം ഫൈറ്റ് ഫസ്റ്റ് ഡേ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് ചെന്നു. തേവർന്നൊരു വലിയ ഡയറക്ടർ. ഫസ്റ്റ് ഡേ 4 ടൈഗേഴ്സിനെ വാ പൊളന്നുകൊണ്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അവയോട് ഹേ ഹേ എന്ന് ചെയ്തോണ്ട്. അപ്പോ അവരുടെ ഒരാള് മദ്രാസ് ട്രെയിലിൽ പറഞ്ഞു, സാർ ഇവൻ ഭയങ്കര റൗഡിയാ, വലിയ റൗഡിയാ, കെയർഫുൾ എന്ന് പറഞ്ഞു. അത് ശരി. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നീ വണ്ടി എന്തിനും റിവേഴ്സ് എടുക്കാൻ തയ്യാറാക്കി നിർത്തിക്കോ. ജീപ്പ് ഡ്രൈവർ വല്ലാതെ പേടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഒരു ആക്ടർക്ക് ആക്ട് ചെയ്തല്ലേ പറ്റൂ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് ധൈര്യമായിട്ട് അഭിനയിച്ചു. ആദ്യം ഞാൻ കരുതിയത് ഇതിനെ അഴിച്ചു വിട്ടിരിക്കുന്നുണ്ട്, ഇത് മുഖമൊക്കെ കീറിപ്പറിക്കുമെന്ന് ഞാൻ കരുതി. ഒരു ആക്ടറുടെ കവിളൊക്കെ കീറിപ്പറിച്ചുകൊണ്ട് പോയാ എന്ത് ചെയ്യും? അതോർക്കുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നാലും കെയർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് ദൈവം ധൈര്യം തന്നിട്ടുണ്ട്, ആത്മാർത്ഥത തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഒരു ആക്ടർക്ക് എന്തൊക്കെ സവിശേഷതകൾ വേണോ അതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ദൈവം താങ്കൾക്ക് എല്ലാ ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ സ്നേഹമുണ്ടായിരുന്നു, സിനിമയെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. പക്ഷേ അവാർഡിന്റെ കാര്യത്തിൽ കുറച്ച് അലക്ഷ്യമായിട്ട് ഇരുന്നിരുന്നു. അത് തരുന്നതിനേക്കാൾ വാങ്ങുന്നതിലാണ് അലക്ഷ്യം കാണിച്ചത്. നിങ്ങൾക്ക് പ്രഖ്യാപിച്ച അവാർഡ് ചെന്ന് വാങ്ങണമല്ലോ, പിന്നീട് വാങ്ങാന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ആദ്യമൊക്കെ ട്രോഫി വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേഗം അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കും. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കി തന്നാ എടുത്ത് കഴിക്കാം. പക്ഷെ എനിക്കങ്ങനെ ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കങ്ങനെയൊന്നും ചെയ്ത് ശീലവുമില്ല. ഈ അവാർഡിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് ഇവരാണ്. ഇത് മതി. ഇതിനേക്കാളും വലിയ അവാർഡ് വേറെന്താ ഉള്ളത്? ലവ് ദം. ഇതാണ് എല്ലാം. അതായത് ഒരു കവിതയുണ്ട്, ആവാസേ ഖൽഖ് നക്കാരെ ഖുദാ ഹോത്തി ഹൈ. ഈ ശബ്ദം ദൈവം കേൾക്കും. അതിന്റെ കൂടെ മറ്റൊരു വരി കൂടി ഞാൻ ചേർത്തു. ഞാൻ എഴുതുന്നത് എനിക്കിഷ്ടമാണ്. कि आवाज़े खल्क अगर नकारा खुदा होती है तो खिदमत खल्क भी इबादत खुदा होती है. അവരെ സേവിക്കണം. എന്റെ ആക്ടിങ്ങിലൂടെ ഞാൻ അവരെ സേവിക്കുന്നു. ഇവരുടെ ശബ്ദത്തിലൂടെ എന്നെ ദൈവത്തിലെത്തിക്കും. ഞങ്ങളുടെ ധർമ്മേന്ദ്രയെ നോക്കിക്കോളണേ ദൈവമേ, കേൾക്കുന്നുണ്ടോ മുകളിലുള്ളവനെ എന്നിവർ ചോദിക്കും. തീർച്ചയായും ഇങ്ങനൊരു ശ്രമം ഉണ്ടാകും.
എനിക്ക് പലപ്പോഴും അവാർഡ് കിട്ടുമ്പോൾ ഫോണോ അല്ലെങ്കിൽ ലെറ്ററോ ഒക്കെ വരും. സാർ, ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയ പോലെയുണ്ടെന്ന്. സാർ അവാർഡ് വാങ്ങിച്ചാൽ അത് ഞങ്ങൾ വാങ്ങിയ പോലെയാണെന്ന്. അതുപോലെ എനിക്ക് എന്ത് അവാർഡ് കിട്ടിയാലും ഇതും നിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ പറയും. നേടിയതെല്ലാം അവർ കാരണമാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയുടെ സൂപ്പർ സ്റ്റാർ, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ധർമ്മേന്ദ്രയുടെ മേൽ ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഫിലിം ഇൻഡസ്ട്രിയുടെ ഹീമാനായ, ഫിലിം ഇൻഡസ്ട്രിയുടെ ഹാൻസമായ ധർമ്മേന്ദ്രയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ലെജൻഡായ ധർമ്മേന്ദ്രയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ റൊമാൻറ്റിക് ആണ് എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര സർ, പെൺകുട്ടികൾ താങ്കളുടെ ഫോട്ടോ തലേണയുടെ അടിയിൽ വെച്ച് ഉറങ്ങാറുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അത് സത്യമാണോ? ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചിരിക്കുന്നു. ജയ ബച്ചൻ ആണെങ്കിൽ താങ്കളെ ഗ്രീക്ക് ഗോഡ് എന്നാണ് വിളിച്ചത്. ദിലീപ് കുമാറിനെ പോലുള്ള ഒരു ലെജൻഡ് താങ്കളെ ഹീമാൻ എന്നാണ് വിളിച്ചത്. അതെ, എല്ലാരും അഭിനന്ദിക്കാറുണ്ട്. പക്ഷേ ഞാൻ അത് കേട്ട് കഴിയുമ്പോൾ വല്ലാതെ എനിക്ക് ഭയം തോന്നും. അതായത് എൻ്റെ കാലിന് ബലം കിട്ടും, പക്ഷെ എനിക്ക് തോന്നും ഇവർ പറയുന്ന പോലെയുള്ള യോഗ്യതയൊന്നും എനിക്കില്ലെന്ന്. ഇങ്ങനെയൊരു പേര് കിട്ടിയാൽ അതെങ്ങനെയാണ് നിലനിർത്തുക? ഇതൊക്കെ എനിക്ക് നാച്ചുറലായി കിട്ടിയതാണ്, ഞാനായിട്ടൊന്നും വരുത്തിയതല്ല. ഞാൻ വളരെ സിമ്പിളായ ഒരാളാ. പിന്നെ ഞാനൊരു ആണാണ്. അതായത് കുസൃതി കാണിക്കുക എന്നുള്ളത് ഞാൻ സ്വഭാവമാണ്. ഞാനെപ്പോഴും കളിയും തമാശയായിട്ട് പെരുമാറുന്നത് ഒരു പുരുഷനെന്ന നിലയ്ക്ക് അത് അതിന്റെ ഭംഗി കൂട്ടും. ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളോടൊപ്പം വർക്ക് ചെയ്യാത്ത ഹീറോയിൻസ് വളരെ കുറവാണ്. മീന കുമാരി, ഷർമിള ടാഗോർ, മുംതാജ്, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. സീനത്ത് അമ്മൻ, വല്ല പേരും ഞാൻ വിട്ടുപോയോ? ഇനിയും ഒരുപാടുണ്ട്. എനിക്ക് ആരോ ഒരാള് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിലെന്താന്ന് വെച്ചാ, അതായത് ഐ വർക്ക് വിത്ത് 70 ഹീറോയിൻസ്. അങ്ങനെയാണോ? എന്നിട്ട് ഞാനതിൻ്റെ ലിസ്റ്റ് എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്കത് മറന്നുപോകും. എനിക്ക് മറവി കുറച്ച് കൂടുതലാണ്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. മേ ബി ഉണ്ടാവും. ആ ലിസ്റ്റിൽ ശ്രീദേവിയുണ്ട്. അതെ, ശ്രീദേവിയുണ്ട്. സീനത്തമ്മൻ, അതെ, പിന്നെ ടിംപിൾ. താങ്കളുടെ ഹീറോയിൻസിന്റെ കൂടെ തന്നെ താങ്കളുടെ മകൻ സണ്ണിയെ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതൊരു കാലം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചേനെ. അച്ഛനും മോനും ഒരേ ഹീറോയിനൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നു എന്നും പറഞ്ഞ്. പക്ഷെ ഞങ്ങളുടെ ഗിന്നസ് ബുക്ക് ഇതാണ്. ആ ഗിനിപിക്സ് ഹീറോയിൻസ് ആണോ അതോ? അല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, അതായത് ഇവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ഒപ്പം വളരെ റൊമാൻറ്റിക്കായ വ്യക്തി. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു റൊമാൻസ് ഉണ്ട്. സ്നേഹമെന്ന വികാരമുണ്ട്. അത് തന്നെ വലിയ റൊമാൻസ് അല്ലേ? റൊമാൻസ് ഇല്ലാതെ പിന്നെ എങ്ങനെയാ? ആരംഭകാലത്ത് താങ്കളുടെ ഒരു സിനിമ, അതിന്റെ പേര് ദിൽ ബി തേര ഹം ബി തേരെ. അതെ. ഓ, ഇത് തന്നെയാണോ ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നത്? पी शराब बेहिसाब, न रखा माशकों का हिसाब, संभाला किसे नहीं, गिरने किसे दिया, मुझे मिला मेरी वफाओं का सवाब. താങ്കളെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ ഉണ്ടായിരുന്നു. താങ്കൾ ആദ്യമായിട്ട് പ്രേമിച്ചത് മീനാകുമാരിയായിരുന്നു. അവരക്കാലത്ത് ഒരു വലിയ സ്റ്റാർ ആയിരുന്നു. അല്ല, പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവരുടെ ഫാനായിരുന്നു. വലിയ സ്റ്റാർ ആയിരുന്നു. ഞാനപ്പോൾ തുടക്കമായതുകൊണ്ട് ഞാൻ അവരെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു ഫാനും സ്റ്റാറും തമ്മിലുള്ള ബന്ധത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. അവർ താങ്കൾക്ക് കവിതയൊക്കെ പാടിക്കൊടുത്തോ? അല്ല, കവിത ശരിക്കും പറഞ്ഞാൽ 2001 ശരിക്കും ഞാനൊരു കവിയാണെന്ന് എനിക്ക് തന്നെ തോന്നിയത്. ആരും ഒന്നും പറഞ്ഞു തന്നൊന്നുമല്ല, എല്ലാം ഉള്ളിന്ന് വരണം. അതങ്ങനെ വന്നു. എനിക്കതേ പറയാനുള്ളൂ. അതിനുശേഷം അവർ താങ്കൾക്ക് മദ്യപിക്കാൻ പഠിപ്പിച്ചു? ഏയ്, ചാൻസ് ഇല്ല. അതായത് എനിക്ക് ലേഡീസ് കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവർ ഗ്ലാസ് പിടിച്ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. അതായത്
സ്ത്രീ എന്ന് വെച്ചാൽ അവര് ഇങ്ങനെയൊക്കെ ആവണമെന്നുള്ളൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ സംസ്കാരവും ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതായത് ജസ്റ്റ് ലുക്ക് അറ്റ് ദം ആൻഡ് ടു അവരങ്ങനെ ഗ്ലാസ്സുമായിരിക്കുന്നത് ഒട്ടും ശരിയല്ല. 2 കഥകളുണ്ട് മീനാകുമാരി മാഡത്തിനെ പറ്റിയും താങ്കളെക്കുറിച്ചും. ഒന്ന് റസിയ സുൽത്താനിൽ കമാൽ അബ്രൂഹി ഹാൻസം ധർമ്മേന്ദ്രയുടെ മുഖം എന്തുകൊണ്ട് കറുപ്പാക്കിയെന്ന് വെച്ചാൽ കാരണം അദ്ദേഹത്തിന് താങ്കളെ ഇഷ്ടമല്ല. ആ റോൾ ശരിക്കും ഒരു നീഗ്രോയുടെ റോളായിരുന്നു. ഗുഡ് റോൾ. അതുകൊണ്ട് കറുത്ത നിറം വേണം. നീഗ്രോ ആയതുകൊണ്ട് വെളുത്ത നിറത്തിലായാൽ ശരിയാവില്ലല്ലോ. നല്ലൊരു റോളായിരുന്നു. യാക്കോബ് ആ റോളിനെക്കുറിച്ച് ഉറുദുവിൽ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും സത്യമായിരിക്കാം. അന്ന് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. അത് പാകിസ്ഥാനിലെ കമൽ അമ്രോഹി താങ്കൾക്ക് റോൾ നൽകാതിരിക്കാൻ കാരണം അതില് മീനാകുമാരി ഹീറോയിൻ ആയതുകൊണ്ടാണോ? എല്ലാവർക്കും വളരെ ജലസാണ്. ആ ഡീറ്റെയിൽസിലൊക്കെ കടന്നു ചെന്ന അതിൻ്റെ ആ രസം അങ്ങ് ഇല്ലാതായി പോവും. ആരൊക്കെയാണോ ഹീറോയിൻസ് ആയിട്ടുണ്ടായിരുന്നത്, സൈറ ബാനു, സീനത്തമ്മൻ, മുംതാജ്, രേഖ. അതെ അതെ. താങ്കൾ കൂടുതൽ സിനിമകൾ ആരോടൊപ്പമാണ് ചെയ്തത്? വലിയ ഹിറ്റ് ആരോടൊപ്പമായിരുന്നു? ഒരുപാട് സിനിമകൾ ചെയ്തത് ഹേമയോടൊപ്പമാണ്. ഏകദേശം ഒരു 20-25ഓളം സിനിമകൾ ചെയ്തു കാണും. ഹിറ്റും സൂപ്പർ ഹിറ്റുകളും ഉണ്ടായിരുന്നു. കൂടുതലും അവരോടൊപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞത് അവരോടൊപ്പം താങ്കൾ അഭിനയിക്കുന്ന സമയത്ത് താങ്കൾക്ക് കുറച്ച് കുസൃതികൾ കൂടുതലാണെന്ന്. അങ്ങനെയല്ല. കുസൃതി എല്ലാരോടൊപ്പം അഭിനയിക്കുമ്പോഴും ഉണ്ടാവും. അത് നോട്ടഡായ കാര്യമാണ്. ആ. കുസൃതി എന്ന് പറയുന്നത് കുസൃതി ഒരു ആക്ടറിന്റെ ഉള്ളിൽ, അതായത് കുറച്ച് സ്വീറ്റായി പെരുമാറുന്നത്, റൊമാൻറ്റിക് ആയിരിക്കുന്നത്, വികൃതി, എമോഷൻ, കരയുന്നത്, കളിതമാശ, കോംപ്രമൈസ്, ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ വളരും തോറും അതും വളർന്നുകൊണ്ടിരുന്നു. സോ വളരെ വളരെ അതും വളർന്നുകൊണ്ടിരുന്നു. അക്കാലത്ത് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണ് ധർമ്മേന്ദ്രയ്ക്ക് ഹേമാമാലിനിയെ കിട്ടിയതെന്ന്. എന്തും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അതിന്റെ വില മനസ്സിലാവൂ. എളുപ്പം കിട്ടിയാൽ അത് നന്നായിരിക്കില്ലല്ലോ. പിന്നെ മറ്റു ചില കഥകളും കേൾക്കുന്നുണ്ട്. താങ്കൾ അവരുടെ സെറ്റിലുണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ പേരൻസും ആ സെറ്റിലേക്ക് വരുമെന്ന്, കാവലിന് വേണ്ടി. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ചാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം രജത് സാർ, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നേ ഞാൻ പറയൂ. ज़ाती जिंदगी रहे पोशीदा, इसी में इसकी खुशनुमाई है. हो जाती है नीलाम चौराहे पर सरेआम जब जब आई है. ഒരു കാര്യം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ വായിച്ചു. ഏത് ക്യാമറമാൻ ആണെങ്കിലും അയാളെ താങ്കൾക്ക് അനുയോജ്യമായി മാറ്റുമെന്ന്. അവരുടെ അടുത്ത് ഞാൻ ചെവിയിൽ കൈവയ്ക്കുകയാണെങ്കിൽ റീടേക്ക്, മൂക്കിൽ കൈവച്ചാൽ ടേക്ക് ഓക്കെ എന്ന്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു. അതായത് ഞാൻ ശരിക്കും സ്വീറ്റായിട്ടേ വികൃതി കാണിക്കൂ. ഡേർട്ടി ആയിട്ടുള്ള കുസൃതിയൊന്നും ഞാൻ കാണിക്കാറില്ല. ഡേർട്ടി കുസൃതി അവര് ശരിക്കും സാഡിസ്റ്റുകളായിരിക്കും. ഞാൻ ശരിക്കും ഇമോഷണൽ ആൻഡ് സത്യസന്ധനായ ഒരു കുസൃതിക്കാരനായിരുന്നു. എങ്ങനെയുള്ള കുസൃതികളാണ് ചെയ്തത്? അതിപ്പോ നിങ്ങൾ എണ്ണിയില്ലേ, അതുപോലെ തന്നെ. താങ്കൾ രേഖാ മേഡത്തിനൊപ്പം നിറയെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? അവരെന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം കൂടുന്നതനുസരിച്ച് എത്ര കാലം കഴിഞ്ഞാൽ എവിടെ വെച്ച് കണ്ടാലും ഫ്രണ്ട് തന്നെയാണ്. അതിൽ ഒരു തരത്തിലുള്ള സ്റ്റേജസും ഉണ്ടാവില്ല. ആ സ്നേഹത്തിനൊരു അളവെന്നതില്ല. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹബന്ധം വളരൂ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പില്ല. ഇപ്പോഴും അതേപോലെ അതേ ലെവലിൽ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ എൻ്റെ അടയാളം രേഖപ്പെടുത്തി ഇൻഡസ്ട്രിയിൽ. എല്ലാവരും എന്നെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കണ്ടിരുന്നോ ഇപ്പോഴും അതുപോലെ തന്നെയാണ് കാണുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ സ്പോട്ട് ബോയ് തൊട്ട് ഫൈനാൻഷ്യർ വരെ ഉണ്ടാവും. ഫൈനാൻഷ്യർ എന്ന് പറയാൻ പാടില്ല, പക്ഷെ സ്പോട്ട് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ ഉണ്ടാകും. ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറാറുള്ളത്. പ്രൊഡ്യൂസറോടും. രേഖയെക്കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ വേറെ എന്തൊക്കെയോ പറയും.
രേഖ ശരിക്കും സുന്ദരിയായ ഒരു പെണ്ണാണ്. അവരവരുടെ സൗന്ദര്യം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും അവരെ കാണാൻ എന്തൊരു സുന്ദരിയാണ്. അതുകൊണ്ട് ഞാനും അവരെ പോലെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. മാച്ച് ആവോ ഇല്ലയോ, അതോ അവർക്ക് എന്നെക്കാളും സൗന്ദര്യം കൂടുമോ, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കും. അതായത് ഷീസ് ദ ഓൾവേസ് എ ഹ്യൂമൻ നേച്ചർ, ലവ് ടു ബി ലൈവ് അഡ്മയർ. നിങ്ങൾക്കും ഇതുപോലുള്ള ചിന്തകളുണ്ടാവും, നമുക്ക് സൗന്ദര്യം വേണമെന്നുള്ളത്. നമ്മളെ ആരെങ്കിലും നോക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റം നന്നായിരിക്കണം, നമ്മുടെ ആംഗ്യഭാഷ നന്നായിരിക്കണം. ഇത് ഹ്യൂമൻ നേച്ചറാണ്, അതൊരു കാലത്തും മാറില്ല. അത് ശരിക്കും വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ തന്നെത്താൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സീനത്തമ്മനെയും താങ്കൾക്ക് ഇഷ്ടമാണോ? അപ്പൊ എന്നെ വിടാനുള്ള ഉദ്ദേശമില്ല അല്ലേ? നിങ്ങളെന്നെ ഓപ്പൺ ബുക്ക് ആക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും എനിക്ക് എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. ശരിക്കും വളരെയേറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരുമായും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. മുംതാജിനൊപ്പമുള്ള താങ്കളുടെ ജോഡിയും വളരെ നന്നായിരിക്കുന്നു. മാമ ബസാർ ഓൾസോ ഗ്രേറ്റ്. ഷീസ് എ നൈസ് ലേഡി. ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. സോ അന്ന് കാലാവസ്ഥ കുഴപ്പമില്ലായിരുന്നു. കാലാവസ്ഥ സത്യത്തെ മോശമായിട്ട് മാറൂ. നിങ്ങൾ ഡയറക്റ്റായിട്ട് വരികയാണല്ലോ. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓരോ കുറ്റവും പറഞ്ഞു തന്നെ അറിയണമെങ്കിൽ പിടിക്കുന്നവർക്ക് പിടികൂടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അനായാസം നിങ്ങൾക്കെന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ താങ്കളെ ജനങ്ങൾ എപ്പോഴോ സ്നേഹം കൊണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അത് സത്യമാണ്. ആ അറസ്റ്റിന്റെ പേരിൽ ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എപ്പോഴും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയാണ്. ധർമ്മേന്ദ്ര, ഇദ്ദേഹം 55 വർഷമായിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യുകയാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയുടെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം മിസ്ഫിറ്റ് ആണ് എന്നുള്ളതാണ്. ധരം സർ, താങ്കൾ ഹെൽത്തിൽ ഫിറ്റാണ്, ആക്ടിങ്ങിൽ ഫിറ്റാണ്, ഡാൻസിൽ ഫിറ്റാണ്, ഓരോ ഡയലോഗ് എഴുതുന്നതിലും ഫിറ്റാണ്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെ അൺഫിറ്റായി? ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകൾ വന്നെന്നെ കണ്ടു. ഞാൻ അവരോട് പറഞ്ഞു, അവിടെയൊക്കെ നല്ല ആളുകൾ തീരെ കുറവായിരിക്കുമെന്ന്. അതിനവര് നല്ലവർ വന്നില്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ എനിക്ക് തോന്നി എന്തെന്ന് വെച്ചാൽ ഞാനാണ് അതിന് യോജിച്ചവൻ, വളരെ നല്ലവനെന്ന് കരുതി. ഞാൻ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ മൊത്തം ഇന്ത്യയും മാറ്റിമറിക്കുമെന്ന് കരുതി. പക്ഷെ അതൊരിക്കലും എമോഷണൽ പീപ്പിൾസിന് പറ്റിയ ഒരു സ്ഥാനമല്ല. അവിടെ തൊലിക്കട്ടിയുള്ളവർക്കേ നിലനിൽക്കാൻ കഴിയൂ. അതായത് അവര് ഒരു കാര്യം നടക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷേ ആ ഒരു 5 വർഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളായിരുന്നു എന്ന് പറയാം. പക്ഷേ ആ 5 വർഷം ബിക്കിനേരിക്ക് ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഒരുപക്ഷെ ആരെങ്കിലും അവരുടെ വീട്ടിന്റെ ആധാരം എടുത്തുകൊണ്ടുവന്നാൽ അവർക്കറിയാം ആ 5 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ പേരൊന്നും എനിക്ക് കിട്ടിയില്ല. കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനായിരിക്കും, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് മറ്റുള്ളവരും. അപ്പൊ ഞാൻ ചിന്തിക്കും, എനിക്കെന്തിനാണ് പേര് കൊത്തിവെച്ച കല്ലുകൾ? കുറച്ചുനാൾ കഴിയുമ്പോൾ കല്ലൊക്കെ മണ്ണിനടിയിലായി പോവും. പക്ഷേ ചില വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കാരണം കാണിച്ച് അതിൽ വിജയിക്കുകയും ചെയ്യും. അതായത് അവിടെ ഒരു സുർസാഗറുണ്ട്. അവിടെ ബിക്കനേറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ജനങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു. വീട് വിട്ടിറങ്ങിപ്പോയി. ആ സ്ഥലത്തെ ഒരു മനോഹരമായ സ്ഥലമാക്കി മാറ്റി. പിന്നീടത് വളരെ നല്ല പ്രദേശമായി. ഇപ്പോൾ ജനങ്ങൾ സന്തോഷവാന്മാരാണ്. അവർ തിരിച്ചെത്തി. ഭൂമി വിലയും കൂടി. റോഡ് പോലെയുള്ള ഒരുപാട് വികസനങ്ങൾ ഞാൻ അവിടെ ചെയ്തു. പക്ഷേ
ഞാൻ ഇക്കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ എന്തിനാണ് ഇക്കാര്യത്തിന് സമ്മതിച്ചതെന്ന് ചിന്തിച്ച് ബാത്റൂമിൽ കയറി കണ്ണാടിയിൽ തലയിടിച്ചിട്ടുണ്ട്. जहाँ रूह सहमत नहीं वहाँ उसकी रहमत नहीं. എനിക്ക് ശരിക്കും അതൊരു നരകമായിരുന്നു. ഞാനത് സമ്മതിച്ചു. താങ്കൾക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ താങ്കൾ പറയാറുണ്ട് ആക്ടിംഗ് എന്റെ കാമുകിയാണ്. അതെ, അപ്പോൾ രാഷ്ട്രീയം താങ്കളുടെ ചിഹ്ന വീടാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യവും ഞാൻ വായിച്ചിരുന്നു. താങ്കൾ പറഞ്ഞു താങ്കളോട് വീണ്ടും ഇലക്ഷനിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾ അതിന് വലിയ താല്പര്യം എടുത്തില്ലെന്ന്. ആരാ പറഞ്ഞത്? ഇതൊരു പേപ്പറിൽ വന്നതാണ്. ഏത് വിഡ്ഢിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് താങ്കളും അഭിപ്രായം പറഞ്ഞു. ഇത് പറഞ്ഞു. ഇത് സത്യമാ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞതാണ്. ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ജനങ്ങൾക്കറിയില്ല. രാഷ്ട്രീയത്തിലും ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ തന്നെ ആക്ടിങ്ങിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 19,000 അടി ഉയരത്തിൽ. അതെ, കർദുഗ്ല, ഹയസ്റ്റ് റോഡ് ഇൻ ദ വേൾഡ്. ഓക്സിജന്റെ കുറവ്, അവിടെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ മേക്കപ്പ് മാൻ, അങ്ങനെ പലർക്കും സുഖമില്ലാതായി. പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. സോൾജേഴ്സൊക്കെ അവിടെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ LMG ഒക്കെ ഇട്ടുകൊണ്ട് മലമുകളിലേക്ക് ചെന്ന് അവിടുന്ന് ഞാൻ ഇറങ്ങി. എൻ്റെ കൂടെ മാക്കുണ്ടല്ലോ, അതായത് സുരക്ഷയ്ക്ക് വരുന്നവർ, അവര് ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ചേതൻ പറഞ്ഞു, ധർമ്മേന്ദർ, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ? അവിടേക്ക് സൂം ചെയ്തെടുക്കണം. നീ പോവാണെങ്കിൽ ഇവരും നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ, അതായത് കൂടെ മാക്ക് ഉണ്ടായിരുന്നല്ലോ, ആ കൂടെ വരുന്നയാള്, അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ അതിശയത്തോടെ നോക്കുകയാണ്. ഞങ്ങൾ ഫുൾ യൂണിഫോം പോലെയാണ്, പക്ഷെ കയ്യിൽ വെള്ളമില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു പുറകിലായിട്ട്. അത് ആടിക്കൊണ്ടിരുന്നു. അതിലൊരു ആപ്പിൾ ഉണ്ടായിരുന്നു. അതെടുത്ത് അയാളുടെ വായിലേക്ക് പിഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞു, പറ്റുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന്, അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ചേതൻ സാറ് വല്ലതും പറയുമെന്ന്. ഞാൻ പറഞ്ഞു, ചേതൻ സാറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ടെന്ന്. ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. സോ ഗുലാമിയില് രാജസ്ഥാനില് 47 ഡിഗ്രി ചൂടിൽ. അതെ, 47 ഡിഗ്രിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോലിയല്ലേ, വേറെ എന്ത് ചെയ്യാനാ? അതാണ് നമ്മുടെ പാഷൻ. ജോലി ചെയ്യുന്നതൊരു പാഷനായാൽ എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കും. അലാസ്കയിലേക്ക് പോകാനും തയ്യാറാണ്. എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും. ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ, ഇതൊരു പാഷനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം എനിക്കിത് തുടരാൻ സാധിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാനൊരു ന്യൂ കമറിനെ പോലെയാണ് പെരുമാറുന്നത്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല ഷോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന പോലെ അഭിനയിക്കണം. ഇതൊക്കെ എന്തുകൊണ്ടാ ചെയ്യുന്നത്? എനിക്ക് കിട്ടിയ ഈ നിലയും വിലയും സ്നേഹവും അതിനെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ പ്രശസ്തി എന്ന് പറയുന്നത് समुद्र शोहरत के साहिल नहीं होते. मैंने देखे हैं एक से एक तैराक डूबते यहाँ. हाँ, डूब जाते हैं. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം നമ്മൾ മറികടക്കണം. അതാണ് ജീവിതം. ജീവിച്ചല്ലേ പറ്റൂ. മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. എന്റെ കാര്യം നോക്കിയാൽ എനിക്കൊരു എൻകറേജ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവരെ എൻകറേജ് ചെയ്യും. ഫാരിസ്റ്റ് എന്നൊരു ലിസ്റ്റുണ്ട്. फहरिस्त कारनामों की अपने थमाकर हाथ में वक्त के. പലരും പറയും സമയത്തെ നമ്മൾ ഫോളോ ചെയ്യണം, സമയത്തെ ഭയപ്പെടണം, സമയത്തിന് ചെയ്യണം. ഞാൻ സമയത്തെക്കുറിച്ചാ പറഞ്ഞത്. फहरिस्त कारनामों की अपने थमाकर हाथ में वक्त के तामील हो हुक्म दे दिया है. नक्शे पा पैरों के निशान, नक्शे पा फतेह के अपनी छोड़ने बाकी हैं अभी. रुख हवाओं के मोड़ने बाकी हैं अभी. सबक खतरों को सिखाने बाकी हैं अभी. यलगार हो, बुलंद हो नारा जांबाजी. मिलेगा ना सानी कोई वर के तारीख अपना, जहाँ पे खेल जाने के इरादे बाकी हैं अभी. हम ये कहते हैं आज धर्म से, धर्म सा दूसरा नहीं है दुनिया में धर्म से. പിന്നെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ 40 വയസ്സായി. പക്ഷെ എന്നെ കണ്ടാലോ നിങ്ങളുടെ അങ്കിളിനെ പോലെയുണ്ട്. നിങ്ങളുടെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്?
അത് ഞങ്ങളോടും പറയുകയാണെങ്കിൽ വളരെ നന്നായേനെ. ദേ നോക്കൂ, ആത്മാവ്. ഈ മുഖം നമ്മുടെ ആത്മാവിന്റെ കണ്ണാടിയാണ്. प्यार मोहब्बत आपका सेंचता है जज्बात को मेरे. प्यार मोहब्बत आपका सेंचता है जज्बात को मेरे, इसीलिए आज भी जवान हूं मैं. ധർമ്മേന്ദ്ര സാർ, ഈ ലോകം തന്നെ പറയുന്നു ധർമ്മേന്ദ്രയെ പോലെ വേറെ ആരും തന്നെയില്ല. വൺ ആൻഡ് ഓൺലി ധർമ്മേന്ദ്ര. പക്ഷേ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹവും കുറച്ച് ധർമ്മേന്ദ്രയെ പോലെ തന്നെയാണ് ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please welcome Sunny Deol. ഇത് താങ്കൾക്കൊരു സർപ്രൈസാണ്. ഹായ് വാ, ചാ. വാ, വാ. സണ്ണി, ആപ്കി അദാലത്തിൽ താങ്കൾ താങ്കളുടെ അച്ഛനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. വീണ്ടും താങ്കളുടെ അടുത്ത് ഇമോഷൻ കാണുന്നുണ്ട്, കണ്ണീര് കാണുന്നുണ്ട്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞാനെല്ലാം പുറകിലിരുന്ന് കണ്ടു. പുറകുന്ന് കാണുമ്പോൾ എല്ലാം കാണാൻ നന്നായിരുന്നു. ബാക്കിലിരിക്കുന്നവരൊക്കെ കുസൃതികളാണ്, നല്ല മൃഗങ്ങളാണ്. അവരൊക്കെ പുറത്ത് വരട്ടെ, കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഇവിടെ ഇരിക്കുന്ന താങ്കൾ എല്ലാവരുമാണ് കാരണം. അത് എവിടെ പോയാലും കാണാൻ പറ്റും. ഇതാ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അത്രയ്ക്കും വലുതാണ്. ഞാൻ എന്താ കരുതുന്നത് വെച്ചാ, ധർമ്മേന്ദ്ര സാറിനെ കുറിച്ച് താങ്കൾ തന്നെ പറയൂ. എന്തെങ്കിലും അച്ഛന്റെ ബന്ധങ്ങളെ കുറിച്ച്. അച്ഛൻ്റെ ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ അച്ഛനും എന്ത് ബന്ധമായിരുന്നു അത് തന്നെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വളരെ എമോഷണലാണ്. ഇതുപോലെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെക്കൂടെ സംസാരിക്കാൻ കഴിയില്ല. ആദ്യം കണ്ണീര് ആർക്കാണ് വരുന്നത്, താങ്കൾക്കാണോ അതോ അച്ഛനാണോ? മകനെന്ന് വെച്ചാൽ ആദ്യം എനിക്കല്ലേ വരേണ്ടത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ഒരു സ്ഥാനത്തുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ പേരൻസ് മാത്രമാണ്. ധർമ്മേന്ദ്ര സാർ, താങ്കളോട് ഇത് പറഞ്ഞേ മതിയാകൂ. താങ്കളെക്കുറിച്ച് മകന്റെ അടുത്ത് പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. പറയൂ. താങ്കൾക്ക് സന്നിയെ പോലുള്ള മകനെ കിട്ടിയതിന് താങ്കൾ അഭിമാനിക്കാം. അതെ, ഞാൻ കടപ്പെട്ടാണ്. ഓരോ അച്ഛനും തൻ്റെ മകൻ തന്നെക്കാളും വലിയ നിലയിൽ എത്തണമെന്നേ ആഗ്രഹിക്കൂ. തന്നെക്കാളും ഉയരത്തിലെത്തണം. ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതാണ്. തൻ്റെ മകൻ ഉയരങ്ങളിലെത്തണമെന്ന് ഓരോ അച്ഛനും ചിന്തിക്കും. എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. തീർച്ചയായും എൻ്റെ ആഗ്രഹം നിറവേറും. ഈ മനോഹരമായ തരുണത്തിൽ ആപ്കി അദാലത്തിലെ കുറ്റാരോപണങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ഡോക്ടർ വേദ് പ്രതാപ് വേദിക്കിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് വേറെ വേറെ റോൾസിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഡയലോഗ്സിനെ കുറിച്ച് ചോദിച്ചു, ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ അശ്രദ്ധയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ ചിന്തകനായ ഡോക്ടർ വേദ് പ്രതാപ് വേദിക്കിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. പറയൂ. ഇന്നത്തെ അഭിഭാഷകൻ രജിത് സാറിൻ്റെ കോടതിയിൽ ജഡ്ജ് എന്ന സ്ഥാനം എനിക്ക് പലതവണ കിട്ടിയിട്ടുണ്ട്. നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ കോടതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ധർമ്മേന്ദർ സാറിൻ്റെ വിചാരണ വളരെ അത്ഭുതമായിരുന്നു. ഇത്രയും ലാളിത്വം, ഇത്രയും വിനയം, ധർമ്മേന്ദറിനെ പോലെയുള്ള ഇത്രയും വലിയൊരു നടനെക്കുറിച്ച് ഒരു കുറവും പറയാൻ എൻ്റെ അടുത്ത് യാതൊരു തെളിവുമില്ല. താങ്കളുടെ അടുത്ത് നല്ല ഒരു ലളിതവും നല്ല ഒരു ബഹുമാനവുമുണ്ട്. താങ്കളുടെ കവിത കേട്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. നന്ദി. എൻ്റെ അഭിപ്രായത്തിൽ ഈ കോടതി താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്, താങ്കൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കവിതയ്ക്ക് വേണ്ടി
താങ്കൾ മുസേറയിൽ പങ്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും താങ്കളുടെ വാക്കുകൾ കേൾക്കും. പിന്നെ രണ്ട് വരികളിൽ ഈ കവിതകൾ, എത്രയും അത്ഭുതകരമായ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ആ വിഷയങ്ങളുടെ പ്രഭാവം എന്താണെന്ന് വെച്ചാൽ, അതായത് താങ്കൾ ഒരു വലിയ സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല, താങ്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം താങ്കളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതായത് അദ്ദേഹത്തിൻ്റെ ബാല്യസമയത്ത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കടന്നു വന്ന ഒരുപാട് കഷ്ടങ്ങൾ, പിന്നീട് അദ്ദേഹം ഒരുപാട് വിജയവും നേടിയിട്ടുണ്ട്. ഇത് ഈ സിനിമാ ലോകത്തേക്ക് മാത്രമല്ല, നമ്മുടെ ഭാരതം മുഴുവനും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കോടതി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ധർമ്മേന്ദർ സാറിന് 100 കൊല്ലം മാത്രമല്ല, നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ പോലും ജീവേം ശരദശതകം ശൃണുയാം ശരദശതം പ്രബ്രവാം ശരദശത്മദീന, അതിനേക്കാളും കൂടുതൽ 100 കൊല്ലത്തേക്കാളും നന്നായിരിക്കണം. താങ്കൾക്ക് എൻ്റെ അഭിനന്ദനം. പിന്നെ ജഡ്ജ് സാർ, താങ്കളുടെ ഭാഗത്തുള്ള എല്ലാ ആരോപണങ്ങളിൽ നിന്നും താങ്കളെ ഞാൻ കുറ്റവിമുക്തനാക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനവുമായിട്ടാണ് പോകുന്നത്. നന്ദി. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിരുന്നു. ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾ എൻ്റെ കവിതകളെക്കുറിച്ച് പറഞ്ഞു. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പറയൂ. कि शायरी मेरी बात ये दिल की तेरी मेरी, शायरी मेरी बात ये दिल की तेरी मेरी, जिस दिल ने सुनी उस दिल ने कहा, कब इसने सुनी चुपके से कह दी. दिल की हर दिल को छू गई, दिल ने दिल से जब भी दिल की कह दी. അത്ഭുതം, അത്ഭുതം. താങ്കളെ മനസ്സുപൂർവ്വം കുറ്റവിമുക്തനാക്കുന്നു. ഇതുപോലെയുള്ള നീതിപീഠത്തിന്റെ മുന്നിലേക്ക് എന്നെ ദിവസവും വിളിച്ചാൽ നന്നായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ശ്രീ ധർമ്മേന്ദ്ര വളരെയധികം എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ജനങ്ങളുടെ ആദരവ് ലഭിച്ചുകൊണ്ടേയിരിക്കണം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഇനിയും ഉയരത്തിലെത്തണം. അദ്ദേഹത്തിന്റെ കവിതകൾ കൊണ്ട് ജനമനസ്സ് കീഴടക്കണം. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ ഞാൻ വീണ്ടും വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.